സമയം വിറ്റ മനുഷ്യൻ. മിക്ക ആളുകളുടെയും പ്രതിമാസ വാടകയേക്കാൾ കൂടുതൽ വിലയുള്ള ഒരു സ്യൂട്ട് അയാൾ ധരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കലണ്ടറിൽ നിറങ്ങളിലുള്ള കുഴപ്പങ്ങളുണ്ടായിരുന്നു. രാജ്ഞിയില്ലാത്ത ഒരു തേനീച്ചക്കൂട് പോലെ അയാളുടെ ഫോൺ മുഴങ്ങി. എന്നിട്ടും അയാൾ സ്വയം പറഞ്ഞു, ഇത് ഞാൻ ഭാവിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. വിക്രമിന് 36 വയസ്സായിരുന്നു. CEO, ഇൻവെസ്റ്റർ, ഗ്രൈൻഡർ. ദിവസത്തിലെ ഓരോ മണിക്കൂറും ഒരു വിലയുണ്ടായിരുന്നു. അയാൾ സൗകര്യം, വേഗത, വിജയം എന്നിവ വാങ്ങി. പക്ഷേ എങ്ങനെയോ അയാൾക്ക് സമയം നഷ്ടപ്പെട്ടു. അയാൾക്ക് തിരികെ വാങ്ങാൻ കഴിയാത്ത ഒന്ന്. ഒരു വിചിത്രമായ ഉച്ചതിരിഞ്ഞ് സമയം വരെ. ഒരു മീറ്റിങ്ങിന് ശേഷം 3 മിനിറ്റ് ലാഭിക്കാൻ കുറുക്കുവഴിയിലൂടെ അയാൾ ഇടവഴിയിലൂടെ ഓടുകയായിരുന്നു. അപ്പോഴാണ് കണ്ടത് ഒരു മരവണ്ടി, വളഞ്ഞ ചക്രങ്ങൾ, നീല ടാർപ്പ് കൊണ്ട് തണലായി ഒരു ചെറിയ ബോർഡ് ഇങ്ങനെ എഴുതി, വിൽപ്പനയ്ക്ക് സമയമായി, സത്യസന്ധതയോടെ ചോദിക്കുക. ആദ്യം അയാൾ പുഞ്ചിരിച്ചു. മറ്റൊരു വഴിയോര തന്ത്രം, ഒരുപക്ഷെ ധൂപവർഗം, ഒരുപക്ഷെ ധ്യാന ക്ലാസുകൾ. പക്ഷേ വിൽപ്പനക്കാരനെക്കുറിച്ചുള്ള എന്തോ ഒന്ന് അയാളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഒരു വൃദ്ധൻ, ചുളിവുകൾ വീണ ശാന്തനായ, നിശ്ചലമായ വെള്ളം പോലുള്ള കണ്ണുകളോടെ. വിൽക്കുന്നില്ല, വെറുതെ ഇരിക്കുന്നു. ജിജ്ഞാസ വിജയിച്ചു. ഇതെന്താണ്? വിക്രം തൻ്റെ റോളക്സ് ക്രമീകരിച്ചുകൊണ്ട് ചോദിച്ചു. നീ സമയം വിൽക്കുകയാണോ? വൃദ്ധൻ തലയാട്ടി. അതെ, നിങ്ങളുടേത്. വിക്രം ചിരിച്ചു. നീ ഉദ്ദേശിക്കുന്നത് സമയ മാനേജ്മെൻറ്റ് കോച്ചിങ് പോലെയാണോ? ഇല്ല, വൃദ്ധൻ നിശ്ചലനായി മറുപടി പറഞ്ഞു. ഞാൻ സാന്നിധ്യം വിൽക്കുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിമിഷങ്ങൾ, നിങ്ങൾ ഒഴിവാക്കിയ മണിക്കൂറുകൾ, നിങ്ങൾ പകുതിയോളം ജീവിച്ച സംഭാഷണങ്ങൾ, ഞാൻ അവ ശേഖരിക്കുന്നു. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ അവ തിരികെ നൽകുന്നു. ഇപ്പോൾ അത് വിചിത്രമായിരുന്നു. എത്ര? വിക്രം ചോദിച്ചു. ഭാഗികമായി അയാൾക്ക് രസിച്ചു. പകുതി സംശയിച്ചു. പണമല്ല, വൃദ്ധൻ പറഞ്ഞു. ശ്രദ്ധിക്കുക. വിക്രം നിർത്തി. എനിക്കിതിന് സമയമില്ല, അയാൾ പിറുപിറുത്തു. ശരിയാണ്, ആ മനുഷ്യൻ പറഞ്ഞു, ഏറ്റവും മൃദുലമായ പുഞ്ചിരിയോടെ. ആ വാചകത്തിലെ എന്തോ ഒന്ന് ഏതൊരു ബോർഡ് റൂം പിച്ചിനേക്കാളും ശക്തമായി അടിച്ചതിന് ശേഷം വളരെ കാലം കഴിഞ്ഞ് മുഴങ്ങുന്ന ഒരു മണി പോലെ. ശരി, വിക്രം പറഞ്ഞു. എനിക്ക് എങ്ങനെ കുറച്ച് സമയം വാങ്ങാം? വിൽപ്പനക്കാരൻ അയാൾക്ക് ഒരു പഴയ മണൽ ടൈമർ നൽകി. നിർദ്ദേശങ്ങളൊന്നുമില്ല, ശ്രമിക്കുക എന്ന് പറഞ്ഞ് ഒരു നോട്ടം മാത്രം. വിക്രം ദേഷ്യത്തോടെ പക്ഷെ കൗതുകത്തോടെ നടന്നു. വർഷങ്ങളായി ആദ്യമായി ഒരു രാത്രിയിൽ അവൻ നിശ്ചലനായി ഇരുന്നു. മണൽ ടൈമർ, നിശബ്ദത, ഓരോ ധാന്യവും വീഴുന്നത് അവൻ കണ്ടു. ഇമെയിൽ അയക്കുമ്പോഴല്ല, ആസൂത്രണം ചെയ്യുമ്പോഴല്ല, വെറുതെ നോക്കിയിരിക്കുന്നു. ആദ്യം അത് അസഹനീയമായിരുന്നു. പിന്നെ നിശബ്ദം. പിന്നെ എന്തോ ഒന്ന് പൊട്ടി. ഓർമ്മകൾ ഒഴുകി വന്നു. മകളുടെ ആദ്യ ഡ്രോയിങ്. അവൻ അതിൻ്റെ ഫോട്ടോ എടുത്തു, പക്ഷേ ഒരിക്കലും അത് നോക്കിയില്ല. അമ്മയുടെ ഫോൺ കോൾ അവൻ പിന്നീട് വിളിക്കാൻ വിസമ്മതിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു. സ്വന്തം ശ്വാസം അത് എങ്ങനെ അനുഭവിക്കണമെന്ന് പോലും അയാൾ മറന്നുപോയി. താൻ ജീവിച്ചിരിപ്പില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ജീവിതം ബുക്ക് ചെയ്യുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ അയാൾ തിരിച്ചെത്തി. എനിക്ക് കൂടുതൽ വേണം, അയാൾ പറഞ്ഞു. വൃദ്ധൻ തലയാട്ടി. പിന്നെ കൂടുതൽ തരൂ. എന്തിൻ്റെ? നിങ്ങളുടെ. അങ്ങനെ വിക്രം ചെറുതായി തുടങ്ങി. പ്രഭാത ഭക്ഷണ സമയത്ത് തൻ്റെ ഫോൺ മറ്റൊരു മുറിയിൽ വെച്ചു. ഇയർബഡുകൾ ഇല്ലാതെ നടക്കുന്നു. ഒരു മനുഷ്യനെ പോലെ തൻ്റെ ഡ്രൈവറോട് സംസാരിക്കുന്നു. ഒരു ഊബറിനെ പോലെ. മകൾ ഉറങ്ങുന്നത് നോക്കുന്നു. അത് കാര്യക്ഷമമായതുകൊണ്ടല്ല, മറിച്ച് യഥാർത്ഥമായതുകൊണ്ടാണ്. രസകരമായ കാര്യം, അവൻ്റെ കൂട്ടുകെട്ട് തകർന്നില്ല. അവൻ്റെ മനസ്സ് കൂടുതൽ വ്യക്തമായി. ആശയങ്ങൾ ഒഴുകി. ആളുകൾ അവൻ്റെ ചുറ്റും കൂടുതൽ പുഞ്ചിരിച്ചു. അവൻ വ്യത്യസ്തനായി തോന്നുന്നു. അവൻ യഥാർത്ഥത്തിൽ അവിടെ ഉള്ളതുപോലെ. മാസങ്ങൾ കടന്നുപോയി. അവൻ അവസാനമായി ഒരിക്കൽ കൂടി തിരിച്ചു വന്നു. വണ്ടി പോയി. അടയാളം മാത്രം അവശേഷിച്ചിരിക്കുന്നു. സമയം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, അവകാശപ്പെടാത്തത് മാത്രം. അയാൾ തൻ്റെ കൈത്തണ്ടിയിൽ തൊട്ടു. റോളക്സ് ഇപ്പോഴും ടിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. If you love to watch this video, you can comment, like, share and subscribe.